നമസ്കാരം. മോർണിംഗ് റൗണ്ടപ്പിലേക്ക് ഇന്നത്തെ ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഭക്തിസാന്ദ്രമായി സന്നിധാനം. തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ പമ്പയിലെത്തും. രാവിലെ മുതൽ ഭേദപ്പെട്ട തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 3 ദിവസം മുൻപാണ് ആറന്മുളയിൽ നിന്ന് തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടത്. ബുധനാഴ്ച ഉച്ചയോടെ പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെ നടപ്പന്തലിൽ തങ്കയങ്കി ദർശനത്തിന് വയ്ക്കും. 1 മണിക്കൂറിന് ശേഷം 2 മണിയോടെ പമ്പയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുനരാരംഭിക്കും. 3 മണിയോടെ ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്രയെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് സ്വീകരിക്കുക. വൈകിട്ട് 6:15 തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തെത്തും. 18-ാം പടിക്ക് താഴെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ ആചാരപൂർവ്വം തങ്കയങ്കി സ്വീകരിക്കും. ശേഷം തങ്കയങ്കി വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിനായി ശബരിമല കർമ്മസമിതിയും BJPയും സംഘടിപ്പിക്കുന്ന അയ്യപ്പ ജ്യോതി ഇന്ന് വൈകിട്ട് നടക്കും. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ പാതയോരത്ത് വൈകിട്ട് 6-നാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കൽ. NSS പിന്തുണ കൂടി ഉറപ്പായതോടെ പരിപാടിയിലൂടെ വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ശബരിമല പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ലിംഗനീതിക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ CPMന്റെയും വനിതാ മതിലിനെ പ്രതിരോധിക്കാനാണ് സംഘപരിവാർ സംഘടനകൾ ജ്യോതി തെളിയിക്കുന്നത്. വനിതാ മതിലിനെ കടുത്ത ഭാഷയിൽ എതിർത്ത NSS വിശ്വാസികൾക്ക് ആവശ്യമെങ്കിൽ ജ്യോതിയിൽ അണിചേരാമെന്ന നിലപാടെടുത്തത് നിർണായകമായി. BJP ആഗ്രഹിച്ച പിന്തുണ കിട്ടിയപ്പോൾ CPMും കോൺഗ്രസും NSSനെ വിമർശിച്ചിരുന്നു. പക്ഷേ NSS നേതാക്കൾ നേരിട്ട് ജ്യോതിയിൽ പങ്കെടുക്കില്ല. അതേസമയം മുൻ DGP TP സെൻകുമാർ, PSC ചെയർമാനായിരുന്ന KS രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ജ്യോതിയിൽ അണിചേരുന്നത് BJP പ്രചാരണമാക്കുന്നു. BJPയുടെ ശബരിമല സമരത്തിന് വീര്യം കുറഞ്ഞെന്ന ആക്ഷേപം ഇടയ്ക്ക് പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു. എന്നാൽ വീണ്ടും യുവതികൾ മലചവിട്ടാൻ എത്തിയതോടെ ജ്യോതി അടക്കമുള്ള തുടർ സമരങ്ങളുടെ പ്രസക്തി കൂടിയെന്നാണ് പാർട്ടി നിലപാട്. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ ലയന നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നു. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയെ ലയിപ്പിക്കാനുള്ള നീക്കം ബാങ്ക് ജീവനക്കാർക്കും പൊതുജനത്തിനും ദോഷകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം. കഴിഞ്ഞ വർഷം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ 1,55,000 കോടി രൂപയാണ് പ്രവർത്തന ലാഭമുണ്ടാക്കിയത്. എന്നാൽ ലാഭവിഹിതം മുഴുവൻ കിട്ടാക്കട നീക്കിയിരിപ്പിനായാണ് ഉപയോഗിച്ചത്. രാജ്യത്തെ കിട്ടാക്കടങ്ങളിൽ ഭൂരിഭാഗവും കോർപ്പറേറ്റുകളുടേതാണ്. ഭീമമായ ഇത്തരം കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കാൻ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും നടപടികൾ സ്വീകരിക്കുന്നില്ല. ജനകീയ പൊതുമേഖലാ ബാങ്കുകളെ ക്ഷീണിപ്പിക്കുന്ന ലയന നീക്കം യഥാർത്ഥ പ്രശ്നമായ കിട്ടാക്കടത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും ബാങ്ക് ജീവനക്കാർ ആരോപിക്കുന്നു. മുത്തലാഖ് ഓർഡിനൻസിന് പകരമുള്ള ബിൽ നാളെ ലോക്സഭയിൽ പാസാക്കാൻ BJP നീക്കം തുടങ്ങി. നാളെ സഭയിൽ ഹാജരാകാൻ MP-മാർക്ക് BJP വിപ്പ് നൽകി. അണ്ണാ DMKയുടെ പിന്തുണയും BJP തേടി. മുത്തലാഖ് ഓർഡിനൻസിന് പകരമുള്ള ബില്ല് ഈ മാസം 17-നാണ് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നാളെ ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോൾ സഹകരിക്കാം എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുത്താലും ബില്ലിനെ കോൺഗ്രസ് ഇന്നത്തെ നിലയ്ക്ക് പിന്തുണയ്ക്കില്ല. സഭയിൽ NDAക്ക് ഭൂരിപക്ഷമുണ്ട്. എന്നാൽ അവധിക്കാലത്ത് അംഗങ്ങൾ സഭയിൽ വരാതിരുന്നാൽ BJPക്ക് തിരിച്ചടിയാകും. അതിനാലാണ് സഭയിൽ ഹാജരായി ബില്ലിന് അനുകൂലമായ വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ട് വിപ്പ് നൽകിയത്. 2 MP-മാർ അടുത്തിടെ രാജിവെച്ചതോടെ BJP അംഗസംഖ്യ 269-ആയി സഭയിൽ കുറഞ്ഞു. NDA അംഗങ്ങളുടെ പിന്തുണ കൂടി BJPക്ക് കിട്ടുമെങ്കിലും ആശയക്കുഴപ്പം ഒഴിവാക്കാൻ 37 പേരുള്ള അണ്ണാ DMKയുടെ സഹകരണവും BJP തേടിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ മരണം 429ആയി. 150-ലധികം പേരെ കാണാതാവുകയും 1600-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സുമാത്ര, ജാവ ദ്വീപുകളുടെ തീരമേഖല 100 കിലോമീറ്ററിലധികം തീരമേഖല തകർന്നടിഞ്ഞു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പർവ്വതത്തിൽ നിന്ന് വീണ്ടും തീയും പുകയും ഉയർന്ന സാഹചര്യത്തിൽ ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിനടിയിലെ മണ്ണിടിച്ചിലുകളെ തുടർന്ന് ഉണ്ടാകുന്ന സുനാമി പ്രവചിക്കാൻ മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നിറഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ പലയിടങ്ങളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല. അതിനാൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ക്രാക്കത്തോവ അഗ്നിപർവ്വതത്തിന് സമീപമുള്ള അനക്രാക്കത്തോവ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സമുദ്രാന്തർഭാഗത്തുണ്ടായ മാറ്റങ്ങളാണ് സുനാമിക്ക് വഴിവെച്ചതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ബാൻഡൻ പ്രവിശ്യയിലെ തീരമേഖലയാണ് സുനാമി ഏറ്റവും ബാധിച്ചത്. 3 മീറ്റർ വരെ ഉയരത്തിലെത്തിയ തിരമാലകൾ 20 മീറ്ററോളം ഉള്ളിലേക്ക് കടന്നെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കുൾപ്പെടെ ബീച്ചുകളിൽ ഒത്തുകൂടിയവരാണ് സുനാമിയെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. മോർണിംഗ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. നൂൺ റൗണ്ടപ്പ് 2 മണിക്ക് കാണാം.